വിശുദ്ധ വാരത്തിലേക്ക് നാം എല്ലാവരും ഇന്ന് പ്രവേശിക്കുന്നു. ഓശാന ഞായർ. എന്തായിരുന്നു ഓശാന ഞായറിൻ്റെ പ്രത്യേകത? ഓശാന ഞായറിന് ഇന്ന് അവനെ ആർപ്പ് വിളിച്ച ജനം കുറച്ച് നാളുകൾ കഴിഞ്ഞിട്ട് അവനെ തള്ളിപ്പറയാൻ കാരണം എന്തായിരുന്നു? അതാണ് നാം ഇന്ന് ധ്യാനിക്കുന്ന വിഷയം. യഹൂദർക്ക് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. മോശയുടെ കാലം മുതൽക്ക് തന്നെ 3 തിരുനാളിൽ അവർ നിർബന്ധപൂർവ്വം പങ്കെടുക്കണമെന്ന് അവർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആ 3 തിരുനാളുകൾ ഇതൊക്കെയാണ്: 1 കൂടാര തിരുനാൾ, 2 പെന്തക്കോസ്താ തിരുനാൾ, 3 പെസഹ തിരുനാൾ. ഈ 3 തിരുനാളുകൾക്കും യഹൂദർ ലോകത്തേത് ഭാഗത്തുണ്ടെങ്കിലും നിർബന്ധമായിട്ടും അവർ ജെറുസലേം ദേവാലയത്തിലെത്തിയിരിക്കണം, അവർ ആരാധിച്ചിരിക്കണം. ഇത് കാലങ്ങളോളം യഹൂദർ പുലർത്തിക്കൊണ്ടിരുന്ന ഒരു നിയമമാണ്. അങ്ങനെ പെസഹ തിരുനാൾ അടുത്തു വരികയാണ്. അങ്ങനെ അടുത്തു വരുന്നതോടനുബന്ധിച്ച് പെസഹ തിരുനാൾ നാളുകളുടെ ഒരുക്കത്തിൻ്റെ തിരുനാളാണ്. അതൊരു ദിവസത്തിൻ്റെ തിരുനാളല്ല. ആ ഒരുക്കത്തിൻ്റെ ഭാഗമായി പല ദേശത്തു നിന്നും പല നാട്ടിൽ നിന്നും ജെറുസലേമിലേക്ക് ജനങ്ങൾ തിങ്ങിപ്പാർക്കും. അങ്ങനെ അവർ ഒരുമിച്ച് കൂടുമ്പോൾ 10,000-കണക്കിന് മനുഷ്യരായി മാറും. ഈ 10,000-കണക്കിന് മനുഷ്യർ ഈ തിരുനാളിൽ പങ്കെടുക്കുന്ന നാളുകളിലേക്ക് നാം പ്രവേശിക്കാൻ പോവുകയാണ്. യേശുവും യഹൂദനായിരുന്നല്ലോ, അതുകൊണ്ട് യേശുവും ഈ തിരുനാളിൽ പങ്കെടുക്കുന്നു. ഇന്ന് നമ്മൾ സുവിശേഷത്തിൽ വായിക്കുന്നത് ഒലിവ് മലയിൽ അവൻ എത്തിയെന്നാണ്. ഒലിവ് മല എന്ന് പറയുന്നത് ജെറുസലേം ദേവാലയത്തിൽ നിന്ന് ഏകദേശം 2.5-3 കിലോമീറ്റർ ദൂരം വ്യത്യാസമുണ്ട്. യേശു എന്തുകൊണ്ട് ഒലിവ് മലയിൽ നിന്ന് തൻ്റെ യാത്ര ജെറുസലേം ദേവാലയത്തിലേക്ക് തുടങ്ങി? അതിന് കാരണം അത്രത്തോളം ജനമായിരുന്നു എന്നുള്ളതാണ്. തിങ്ങിക്കൂടിയ ജനം നിൽക്കുമ്പോൾ യേശു ഒലിവ് മലയിൽ നിന്ന് തുടങ്ങി. ഇപ്പോഴത്തെ സാഹചര്യം വളരെ മോശമാണ്. കാര്യം, യേശുവിനെ കൊല്ലാനായിട്ട് യഹൂദർ വളരെ കൃത്യമായ ഗൂഢാലോചന നടത്തി ഒരു ലുക്കൗട്ട് നോട്ടീസൊക്കെ യേശുവിനെതിരെ ഇറക്കിയിട്ടുണ്ട്. ഇങ്ങനെ ഇറക്കിയ ഈ നിമിഷത്തിൽ യേശുവിനെ ജെറുസലേം ദേവാലയത്തിൽ വെച്ച് പിടിക്കാമെന്ന് കരുതിയാണ് അവർ നിൽക്കുന്നത്. ഈ സമയത്ത് മറ്റൊരു വിഷയം കൂടി നടക്കുന്നുണ്ട്. യേശുവിനെ സ്നേഹിച്ചിരുന്ന കുറേ യഹൂദരും മറ്റു വിജാതീയരും. അതുകൊണ്ട് തന്നെ യേശു ഇവർക്ക് ആർക്കും അപരിചിതനല്ല, എല്ലാവർക്കും സുപരിചിതമാണ്. ഇങ്ങനെ യേശു ഒലിവ് മലയിൽ നിൽക്കുന്ന അവസരത്തിൽ അവൻ പ്രവചനങ്ങൾ പൂർത്തീകരിക്കാൻ ആരംഭിക്കുകയാണ്. അനേകം പ്രവചനങ്ങളുടെ പൂർത്തീകരണമാണ് ഇനി സംഭവിക്കാൻ പോകുന്നത്. സഖറിയ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായം 9-ാം വാക്യം ആദ്യം പൂർത്തീകരിക്കപ്പെടുന്നു. സിയോൻ പുത്രി അതിയായി ആനന്ദിക്കുക, ജെറുസലേം പുത്രി ആഹ്ലാദിച്ചാനന്ദിക്കുക എന്ന് പറഞ്ഞു തുടങ്ങി നിന്റെ രാജാവ് കഴുതപ്പുറത്ത് എഴുന്നള്ളുന്നു എന്ന ആ വചനം ഇവിടെ പൂർത്തീകരിക്കപ്പെടുന്നു. സാധാരണഗതിയിൽ അന്ന് യഹൂദർ കാൽനടയായിട്ടാണ് അവർ ജെറുസലേം ദേവാലയത്തിൽ എത്തിയിരുന്നത്. പക്ഷേ യേശു മറിച്ച് കഴുതപ്പുറത്താണ് ജെറുസലേം ദേവാലയത്തിലേക്ക് എത്താൻ തീരുമാനിക്കുന്നത്. കാരണം പ്രവചനങ്ങളൊക്കെ പൂർത്തീകരിക്കപ്പെടണമല്ലോ. അങ്ങനെ യേശു നടന്നു വരുമ്പോൾ അവിടെ 10,000 അവനെ വരവേറ്റു. അത് മറ്റൊരു പ്രവചനത്തിൻ്റെ പൂർത്തീകരണമാണ്. 2 രാജാക്കന്മാർ 9-ാം അധ്യായം 13-ാം വാക്യത്തിൽ അവർ തിടുക്കത്തിൽ തൻ്റെ വസ്ത്രങ്ങൾ വിരിച്ചിട്ട് കാഹളം മുഴക്കി രാജാവിനെ വരവേറ്റു എന്ന് നമ്മൾ വചനത്തിൽ വായിക്കും. കാര്യങ്ങളൊക്കെ കൃത്യമല്ലേ? എന്തുകൊണ്ടാണ് ഒലിവ് മലയിൽ നിന്ന് യേശു തുടങ്ങിയത്? കാര്യം, അവനെ അറിയാവുന്ന 10,000 പേരുടെ അകമ്പടിയോടുകൂടിയാണ് അവൻ ജെറുസലേം ദേവാലയത്തിലേക്ക് എത്തേണ്ടത്. അതാണല്ലോ പ്രവചനം. അങ്ങനെ അറിയാവുന്ന എല്ലാവരും അവന് അകമ്പടിയോടുകൂടി കാഹളം മുഴക്കി സ്വീകരിക്കുകയാണ്. അങ്ങനെ യേശു ജെറുസലേം ദേവാലയത്തിലേക്ക് എത്തിച്ചേരുന്നു. ഈ നിമിഷം എല്ലാവരും കരുതുന്ന ഒരു കാര്യമുണ്ട്: ഇവനിപ്പോൾ എല്ലാവരെയും നശിപ്പിക്കും, അവൻ തൻ്റെ രാജ്യം ആധിപത്യമുണ്ടാക്കും. കാരണം ഇത്രയും കാലം യേശുവിനെ അവർ കണ്ടത് അവരുടെ എല്ലാ ആഗ്രഹങ്ങളും നിറവേറ്റിക്കൊടുത്ത ഒരാളായിട്ടാണ്. അവൻ എല്ലാത്തിനുമേൽ ആധിപത്യമുള്ള ഒരാളായിട്ടാണ്. അങ്ങനെ ഒരു ജനക്കൂട്ടം മുഴുവനും ഇത്രയും നാളും കാത്തിരുന്ന ഒരു രക്ഷയ്ക്ക് വേണ്ടിയുള്ള നിമിഷമായി അവർ കണ്ടു. ഏത് രക്ഷ എന്നുള്ളതാണ് ഇപ്പോൾ ഉള്ള ചോദ്യം. അവർ കണ്ടത് ഭൗതികമായ രക്ഷയാണ്. റോമൻ സാമ്രാജ്യത്തിൻ്റെ കീഴിലിരുന്ന സീസറിൻ്റെ അടിമത്തത്തിലിരുന്ന ഒരു ജനതയ്ക്ക് അവർക്ക് വേണ്ടത് രാഷ്ട്രീയപരമായ സ്വാതന്ത്ര്യമാണ്. പക്ഷേ ദൈവനിശ്ചയം അതല്ലല്ലോ. ദൈവത്തിൻ്റെ സ്വാതന്ത്ര്യം അത് ദൈവരാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യമാണല്ലോ. അങ്ങനെ പ്രവചനങ്ങൾ പൂർത്തീകരിക്കുവാൻ എല്ലാവരും കാഹളം മുഴക്കി മുന്നോട്ട് വന്ന സമയത്ത് അവസാനം പ്രവേശന കവാടത്തിലേക്ക് യേശു എത്തി. ഇപ്പോഴും ആളുകൾ കാഹളം മുഴക്കി അവനെ എതിരേൽക്കുകയാണ്. ഇനിയാണ് ട്വിസ്റ്റ് സംഭവിക്കുന്നത്. പ്രവേശന കവാടം കഴിഞ്ഞ് വലത്തോട്ടും ഇടത്തോട്ടും 2 വഴികളുണ്ട്. ഇടത്തോട്ട് പോയാൽ ജെറുസലേം ദേവാലയമാണ്, വലത്തോട്ട് പോയാൽ സീസറിൻ്റെ കീഴിലുള്ള പീലാത്തോസിൻ്റെ കൊട്ടാരമാണ്. അവിടെ ഒത്തിരിയേറെ റോമൻ പടയാളികളുണ്ട്. ജനങ്ങളെല്ലാവരും ചിന്തിച്ചത് ഈ നിമിഷം യേശു വലത്തോട്ട് തിരിഞ്ഞു പോയി
റോമൻ സാമ്രാജ്യത്തെ നശിപ്പിക്കും. അവരെല്ലാവരെയും നശിപ്പിച്ച് അവൻ അന്നത്തെ രാഷ്ട്രീയപരമായ സ്വാതന്ത്ര്യം നേടിക്കെടുക്കും എന്നാണ്. പക്ഷേ അവിടെ ട്വിസ്റ്റ് സംഭവിച്ചു. യേശു ഇടത്തോട്ട് തിരിഞ്ഞ് ജെറുസലേം ദേവാലയത്തിലേക്ക് പോയി. ഇവിടെയാണ് കാര്യങ്ങൾ മാറി മറിഞ്ഞത്. അത്രയും കാലം അവർ പ്രതീക്ഷിച്ചിരുന്നത് യേശു അവരെ രക്ഷിക്കാൻ പോകുന്നത് അന്നത്തെ മതപരവും രാഷ്ട്രീയപരവുമായുള്ള അടിമത്തത്തിൽ നിന്ന് എന്നാണ്. പക്ഷേ യേശു വിവാഹം ചെയ്തത് മറ്റൊരു സ്വപ്നമായിരുന്നു. അതവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അതാണ് ഇന്നത്തെ ഞായറിൻ്റെ പ്രത്യേകത. അതായത് അത്ര നേരം കാഹളം മുഴക്കി സ്വീകരിച്ച ഒരു ജനം അവനെതിരാകുന്നു. കാരണം ഇവനാണ് ഏക രക്ഷകനെന്ന് അവർ കരുതിയപ്പോൾ ഇവനല്ല എന്ന് അവർ വിചാരിച്ചു. അതുകൊണ്ട് ഒരു ദുഃഖ വെള്ളിയാഴ്ച ഇവർ കാത്തിരുന്നു. ഈ എതിരേറ്റ ജനം തന്നെ അവനെതിരെ മുറവിളി കൂട്ടി. പ്രിയമുള്ളവരെ, ഇതാണ് ഇന്നത്തെ ഞായറിൻ്റെ പ്രത്യേകത. മുറവിളി കൂട്ടി സ്വീകരിച്ച ജനം അവനെ മുറവിളി കൂട്ടി തന്നെ തള്ളിപ്പറഞ്ഞു. നമ്മുടെ മുമ്പിലെ ഒരു സാധ്യത എന്നത് തന്നെയാണ്. ആരൊക്കെയാണോ നമ്മളെ സ്വീകരിക്കുന്നത് അവർ തന്നെ ഒരുപക്ഷെ തിരസ്കരിച്ചു എന്ന് വരും. കാരണം നമ്മളെ അവർ മനസ്സിലാക്കിയെന്ന് വരില്ലല്ലോ. ക്രിസ്തുവിൻ്റെ ഉള്ളെന്താണെന്ന് അറിയാതെ പോയവർക്ക് അവനെ തള്ളിപ്പറയാനല്ലാതെ വേറെ വഴിയില്ലായിരുന്നു. പക്ഷേ ഉള്ളറിഞ്ഞവൻ ഈ ഭൂമിക്ക് നൽകിയ രക്ഷ രാഷ്ട്രീയപരമോ മതപരമോ ആയിട്ടുള്ള രക്ഷയല്ല, മറിച്ച് എന്നേക്കുമായുള്ള പാപത്തിൻ്റെ അടിമത്തിനുള്ള രക്ഷയായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ്റെ ഇഷ്ടങ്ങളും സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും പിതാവിൻ്റെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളുമായിരുന്നു. ചിലപ്പോഴൊക്കെ നമ്മളെയും തള്ളിപ്പറയാൻ സാധ്യതയുണ്ട്. അപ്പോഴും ഓർക്കണം, രണ്ട് ചോയ്സ് നമ്മുടെ മുമ്പിലുണ്ടായിരിക്കുമ്പോൾ മനുഷ്യരുടെ ആഗ്രഹങ്ങൾക്കും ഇഷ്ടങ്ങൾക്കും മുന്നേറാതെ പിതാവായ ദൈവത്തിൻ്റെ ആഗ്രഹങ്ങൾക്കും ഇഷ്ടങ്ങൾക്കും മുന്നേറാൻ നമുക്ക് സാധിക്കട്ടെ. ക്രിസ്തുവിനെ പോലെ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.